ഒരു പട്ടണത്തിൽ ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. ഒരു ദിവസം അവൻ തന്റെ വേനൽക്കാല അവധിക്കാലത്ത് മുത്തച്ഛനെ കാണാൻ വന്നു. അവൻ എപ്പോഴും മുത്തച്ഛനോടൊപ്പം കളിക്കുമായിരുന്നു. ഒരു ദിവസം അവൻ തന്റെ മുത്തച്ഛനോട് പറഞ്ഞു, "മുത്തച്ഛ, ഞാൻ വലുതാകുമ്പോൾ എനിക്ക് ഒരു വിജയകരമായ മനുഷ്യനാകണം. വിജയിക്കാനുള്ള ചില വഴികൾ പറഞ്ഞുതരാമോ?" മുത്തച്ഛൻ അതേ എന്നർത്ഥത്തിൽ തലയാട്ടിക്കുട്ടിയെ അടുത്തുള്ള ഒരു നഴ്സറിയിലേക്ക് കൊണ്ടുപോയി. നഴ്സറിയിൽ നിന്ന് മുത്തച്ഛൻ 2 ചെറിയ ചെടികൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. പിന്നെ അവൻ ഒരു ചെടി ഒരു കലത്തിൽ നട്ടുപിടിപ്പിച്ച് വീടിനുള്ളിൽ സൂക്ഷിച്ചു, മറ്റേ ചെടി വീടിന് പുറത്തു നട്ടു. "നിനക്ക് എന്തു തോന്നുന്നു, ഈ 2 ചെടികളിൽ ഏതാണ് ഭാവിയിൽ നന്നായി വളരുക?" മുത്തച്ഛൻ കുട്ടിയോട് ചോദിച്ചു. കുട്ടി കുറച്ചു നേരം ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, "വീടിനുള്ളിലെ ചെടി നന്നായി വളരും, കാരണം അത് എല്ലാ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതമാണ്. അതേസമയം പുറത്തെ ചെടി ശക്തമായ സൂര്യപ്രകാശം, കൊടുങ്കാറ്റ്, മഴ, മൃഗങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ഇരയാകും." മുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം." അതിനുശേഷം കുട്ടി അവിടെ നിന്ന് പോയി. 4 വർഷത്തിനു ശേഷം കുട്ടി വീണ്ടും മുത്തച്ഛനെ കാണാൻ വന്നു. മുത്തച്ഛനെ കണ്ടപ്പോൾ കുട്ടി ചോദിച്ചു, "മുത്തച്ഛ, ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാമെന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇത്തവണ നിങ്ങൾ എന്നോട് പറയണം." മുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ശരിയാണ്, പക്ഷേ ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വാങ്ങിയ ചെടികൾ നോക്കാം." ഇത് പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ കുട്ടിയെ ഒരു കലത്തിൽ ചെറിയ ചെടി നട്ടുപിടിപ്പിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ചെറിയ ചെടി ഒരു വലിയ ചെടിയായി മാറിയതായി അവർ കണ്ടു. പിന്നെ അവർ പുറത്ത് നട്ട ചെടി നോക്കാൻ അദ്ദേഹം കുട്ടിയെ കൊണ്ടുപോയി. ഒരു ചെറിയ ചെടിയിൽ നിന്ന് ഒരു വലിയ മരം വളർന്നതായി അവർ കണ്ടു. അതിന്റെ ശാഖകൾ ദൂരേക്ക് വ്യാപിച്ചു, വഴിയാത്രക്കാർക്ക് തണൽ നൽകി. ഇപ്പോൾ മുത്തച്ഛൻ കുട്ടിയെ നോക്കി ചോദിച്ചു, "ഏത് ചെടിയാണ് കൂടുതൽ വളർന്നത്? ഏതാണ് കൂടുതൽ വിജയകരമെന്ന് പറയൂ." കുട്ടി മറുപടി പറഞ്ഞു, "ഞങ്ങൾ പുറത്തു നട്ടത്." "പക്ഷേ മുത്തച്ഛ, ഇത് എങ്ങനെ സാധ്യമാകും? ആ ചെടി വളരെയധികം അപകടങ്ങളെ നേരിട്ടിരിക്കണം, എന്നിട്ടും അത് വളരെ വലുതായി വളർന്നു." മുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അതെ, പുറത്തുള്ള ചെടിക്ക് പല കാര്യങ്ങളും നേരിടേണ്ടി വന്നു, പക്ഷേ പ്രശ്നങ്ങളെ നേരിടുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. പുറത്തുള്ള ചെടിക്ക് എത്ര വേണമെങ്കിലും വേരുകൾ വിടർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കൊടുങ്കാറ്റും കനത്ത മഴയും പോലുള്ള പ്രശ്നങ്ങൾ അതിന്റെ വേരുകളെ കൂടുതൽ ശക്തമാക്കി. ഇന്ന് അത് വളരെ ശക്തമാണ്. ഒരു ചെറിയ കൊടുങ്കാറ്റിന് പോലും അതിന് ഒരു ദോഷവും വരുത്താൻ കഴിയില്ല. അതേസമയം ഞങ്ങൾ നട്ട ചെടി ചെറുതായി തുടരുന്നു. കനത്ത കൊടുങ്കാറ്റിനെയും മഴയെയും ശക്തമായ സൂര്യപ്രകാശത്തെയും അത് ചെറുക്കാൻ കഴിയാത്തതിനാൽ അത് ദുർബലമാണ്." അപ്പോൾ മുത്തച്ഛൻ തന്റെ ചെറുമകനെ നോക്കി പറഞ്ഞു, "എന്റെ മകനെ, ജീവിതത്തിൽ കഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്നില്ലെങ്കിൽ നിനക്കും ജീവിതത്തിൽ വിജയം നേടാൻ കഴിയില്ലെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങൾ സുഖകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര വളരാൻ കഴിയില്ല. നിങ്ങൾ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത ഒരു ലക്ഷ്യവുമില്ല. അതിനാൽ പ്രശ്നങ്ങളെ ഒരിക്കലും തടസ്സങ്ങളായി കരുതരുത്, മറിച്ച് അവയെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കരുതുക." കുട്ടി ഒരു ദീർഘനിശ്വാസമെടുത്ത് മരത്തിലേക്ക് നോക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കളായി നാം കരുതുന്ന തടസ്സങ്ങൾ, അതേ തടസ്സങ്ങൾ തന്നെയാണ് നമ്മെ കൂടുതൽ ശക്തരും വിജയകരവുമാക്കുന്നത് എന്ന മുത്തച്ഛന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടാൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നത് കാണാം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നിരാശരാകുകയും മുന്നോട്ടു പോകാനുള്ള ധൈര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ 2 സസ്യങ്ങളുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് വെല്ലുവിളികൾക്ക് മുന്നിൽ ഭയപ്പെടാതെ പഠിക്കാനും വളരാനുമുള്ള അവസരമായി അവയെ സ്വീകരിക്കാനാണ്. പുറത്ത് നട്ടുപിടിപ്പിച്ച ഒരു സസ്യത്തിന് പ്രകൃതി ദുരന്തങ്ങളെ നേരിടേണ്ടി വന്നപോലെ, എന്നാൽ അതോടൊപ്പം അതിന് വേരുകൾ വിരിച്ച് കൂടുതൽ ശക്തമാകാനുള്ള സ്വാതന്ത്ര്യവും ലഭിച്ചു. അങ്ങനെ അത് ശക്തവും ഭീമാകാരവുമായ ഒരു വൃക്ഷമായി രൂപാന്തരപ്പെട്ടു. പക്ഷേ ഉള്ളിൽ നട്ട ചെടി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, പക്ഷേ അത് ചെറുതും ദുർബലവുമായി തുടർന്നു. ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും കൂടുന്തോറും വിജയത്തിന്റെ പാത നമുക്ക് മുന്നിൽ തുറക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു. അപകടസാധ്യതകൾ ഏറ്റെടുക്കാനും നമ്മുടെ സുഖകരങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനും ഭയപ്പെടരുതെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. വെല്ലുവിളികൾ നേരിടുമ്പോൾ പഠിക്കാനും ശക്തരാകാനും നമുക്ക് അവസരമുണ്ട്. വിജയത്തിന് അത്യാവശ്യമായ പ്രതിരോധശേഷിയും ദൃഢനിശ്ചയവും നമുക്ക് വികസിപ്പിക്കാനും കഴിയും. തീർച്ചയായും എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുന്നത് എളുപ്പമല്ല. ചിലപ്പോഴൊക്കെ നമുക്ക് പരാജയമോ നിരുത്സാഹമോ തോന്നുന്ന സമയങ്ങളുണ്ടാകും. പക്ഷേ ഇവ താൽക്കാലിക തിരിച്ചടികൾ മാത്രമാണെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. അവയിൽ നിന്ന് നമ്മൾ പഠിച്ചു മുന്നോട്ടു പോയാൽ നമ്മുടെ വഴിയിൽ വരുന്ന ഏതൊരു വെല്ലുവിളിയെയും നമ്മൾ ഒടുവിൽ മറികടക്കും.
അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു വെല്ലുവിളി നേരിടുമ്പോഴോ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ നേരിടുമ്പോഴോ ഉപേക്ഷിക്കരുത്. പഠിക്കാനും വളരാനുമുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. ഇന്ന് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നാളെ നിങ്ങളെ കൂടുതൽ ശക്തരും വിജയകരവുമാക്കുമെന്ന് എപ്പോഴും ഓർമ്മിക്കുക.